ഹരികൃഷ്ണ. നാരായണീയം കഥകളിൽ ഇന്ന് ആദ്യം തന്നെ ജയവിജയന്മാരുടെ കഥ കേൾക്കാം. ആരാണ് ഈ ജയവിജയന്മാർ? വൈകുണ്ഠം. ശ്രീ ഭഗവാൻ പള്ളികൊള്ളുന്ന ശ്രീ വൈകുണ്ഠം. വൈകുണ്ഠത്തിലെ 6 ഗോപുരങ്ങളും കടന്ന് 7ാം ഗോപുരത്തിലെത്തുമ്പോൾ അവിടെ നിൽക്കുന്ന കാവൽ ഭടന്മാരാണ് ജയവിജയന്മാർ. ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രരായ സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നിവർ ഭഗവാനെ ദർശിക്കാനായി ശ്രീ വൈകുണ്ഠത്തിലെത്തി. അവർക്ക് ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണണം. മതിൽക്കെട്ടിനകത്തു കടന്നു. 1 അല്ല 2 അല്ല 6 മതിൽക്കെട്ടുകളുണ്ട്. 6ഉം കടന്നപ്പോൾ വിശാലമായ പൂന്തോട്ടം. അതിൻ്റെ പേരാണ് നൈശ്രേയസം. അവിടെ ദിവ്യപുഷ്പങ്ങളും പുണ്യവൃക്ഷങ്ങളും മാത്രം. നിരനിരയായി കൽപ്പകവൃക്ഷങ്ങൾ, വാടാമലരുകൾ, പവിഴം കൊണ്ട് പടുത്തുയർത്തിയ തടാകങ്ങൾ. അവയിൽ അമൃതജലം നിറഞ്ഞു നിൽക്കുന്നു. മനോഹരമായ മണിമാളികകൾ. അവ ദേവന്മാർക്ക് സുഖിക്കാനുള്ളതല്ല, പകരം ഭഗവാന്റെ ഭക്തന്മാർക്കുള്ളതാണ്. അവയിൽ ഭഗവാന്റെ കഥകൾ പറഞ്ഞും സ്തുതികൾ പാടിയും ഭക്തന്മാർ പരമാനന്ദത്തോടെ കഴിയുന്നു. 7ാമത്തെ മതിൽക്കെട്ടിനുള്ളിലാണ് ഭഗവാന്റെ വാസസ്ഥലം. പെട്ടെന്ന് അവിടെ കടന്നു ചെല്ലാൻ സാധ്യമല്ല. പ്രവേശനദ്വാരത്തിൽ കാവൽക്കാരുണ്ട്. അവരാണല്ലോ ജയവിജയന്മാർ. ഭഗവാന്റെ അനുവാദം വാങ്ങിയവരെ മാത്രമേ അവർ കടത്തിവിടൂ. ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിക്കായി തൻ്റെ മനസ്സിൽ നിന്ന് സൃഷ്ടിച്ച ആദ്യത്തെ 4 പുത്രന്മാരാണ് സനകൻ, സനാതനൻ, സനന്ദൻ, സനൽകുമാരൻ എന്നിവർ. ഇവരാണ് സനകാദി മുനികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടാൻ ബ്രഹ്മാവ് ഇവരോട് ആവശ്യപ്പെട്ടെങ്കിലും ലൗകിക ജീവിതത്തിൽ താല്പര്യമില്ലാത്തതിനാൽ അവർ അത് നിരസിച്ചിരുന്നു. അവർ എന്നും 5 വയസ്സുള്ള കുട്ടികളായിരിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവർ എപ്പോഴും കൊച്ചു കുട്ടികളുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. കാണാൻ കുട്ടികളാണെങ്കിലും ഇവർ മഹാജ്ഞാനികളാണ്. സദാസമയവും ഭഗവത് ചിന്തയിലും ജ്ഞാനസമ്പാദനത്തിലും മുഴുകിയിരിക്കുന്നവരാണ് ഇവർ. ലോകത്തിന് ഭക്തിയും ജ്ഞാനവും പകർന്നു നൽകിയ ആദ്യത്തെ ഗുരുക്കന്മാരിൽ ഇവരും ഉൾപ്പെടുന്നു. അങ്ങനെ വൈകുണ്ഠത്തിൻ്റെ പ്രവേശനദ്വാരത്തിൽ എത്തിയ സനകാദി മുനിമാരെ ജയവിജയന്മാർ തടഞ്ഞുവെച്ചു. ഭഗവാന്റെ അനുവാദം വാങ്ങിയവരെ മാത്രമേ അവർ അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ. മുനിമാർ മുൻകൂട്ടി അനുവാദം വാങ്ങുകയോ? അങ്ങനെ ഒരു പതിവില്ലല്ലോ. എവിടെയും എപ്പോഴും കടന്നു ചെല്ലാൻ മുനിമാർക്ക് അർഹതയുണ്ട്. മാത്രമല്ല ജയവിജയന്മാർക്ക് സനൽകുമാരന്മാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സനൽകുമാരന്മാർ അകത്തു കടക്കാൻ ശ്രമിച്ചപ്പോൾ ജയവിജയന്മാർ അവരെ പിടിച്ചു നീക്കി. ജയവിജയന്മാരുടെ ഈ പെരുമാറ്റം സനൽകുമാരന്മാരെ പ്രകോപിതരാക്കി. അവർ ജയവിജയന്മാരെ ശപിച്ചു. നിങ്ങൾക്ക് ഈ ഗോപുരവാതിലിൽ കാവൽ ഭടന്മാരായി നിൽക്കാൻ യോഗ്യതയില്ല. കാരണം ഇവിടെ എത്തുന്ന ഭഗവത് ഭക്തന്മാരെയോ മഹാജ്ഞാനികളെയോ തിരിച്ചറിയാനുള്ള ബുദ്ധിയോ കഴിവോ നിങ്ങൾക്കില്ല. ആ നിലയ്ക്ക് ഈ കവാടത്തിൽ ഒരിക്കലും നിൽക്കാൻ പാടില്ല. നിങ്ങൾ 3 ജന്മം ഭൂമിയിൽ അസുര ജീവിതം നയിച്ചു കഴിയണം. ഇതായിരുന്നു മുനിമാരുടെ ശാപം. ഗോപുരവാതിൽക്കൽ നടന്ന സംഭവങ്ങളെല്ലാം മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീഹരി ലക്ഷ്മി ദേവിക്കൊപ്പം അവിടെ പ്രത്യക്ഷപ്പെട്ടു. സനൽകുമാരന്മാരെ ഭഗവാൻ സ്വീകരിച്ചു. അപ്പോഴേക്കും സനകാദികൾ ഭഗവാനെ താണു വണങ്ങി ക്ഷമയാചിച്ചു. അല്ലയോ ലോകാധിനാഥനായ ഭഗവാനെ, ഞങ്ങൾ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ചു. ഭഗവാന്റെ കാവൽ ഭടന്മാരെ ഞങ്ങൾ ശപിച്ചു. ഞങ്ങൾ ചെയ്തത് തെറ്റാണെങ്കിൽ ഞങ്ങളോട് അനുകമ്പ തോന്നി പൊറുക്കണമേ. സനകാദികളുടെ വാക്കുകേട്ട് ഭഗവാൻ പറഞ്ഞു, മഹാജ്ഞാനികളായ ഭവാന്മാരെ, നിങ്ങളല്ല എന്നോട് മാപ്പ് അപേക്ഷിക്കേണ്ടത്. എൻ്റെ ഭൃത്യന്മാരുടെ മര്യാദകെട്ട പെരുമാറ്റത്തിൽ ഞാൻ ഭവാന്മാരോട് പൊറുക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ ഭൃത്യന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയുന്നു. യഥാർത്ഥത്തിൽ
ജയവിജയന്മാർക്ക് കിട്ടിയ ശാപം എൻ്റേത് തന്നെയാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വാക്കുകൾ സനകാദികൾക്ക് അമൃതുപോലെ അനുഭവപ്പെട്ടു. അവർ ശ്രീഹരിയെ നമസ്കരിച്ചു, സ്തുതിച്ചു. മുനിമാരുടെ ശാപത്തിൽ ഭയന്നുപോയ ജയവിജയന്മാർ ഭഗവാന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ വിഷ്ണു അവർക്ക് 2 വഴികൾ പറഞ്ഞുകൊടുത്തു. ഒന്നുകിൽ ഭഗവാന്റെ ഭക്തരായി 7 ജന്മം ഭൂമിയിൽ കഴിയുക, അല്ലെങ്കിൽ ഭഗവാന്റെ ശത്രുക്കളായി 3 ജന്മം കഴിഞ്ഞ് വേഗത്തിൽ വൈകുണ്ഠത്തിൽ തിരിച്ചെത്തുക. അതായത് ഭഗവാന്റെ ഭക്തരായി ഭൂമിയിൽ ജനിക്കുകയാണെങ്കിൽ അവർക്ക് 7 ജന്മം ഭൂമിയിൽ ജനിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. എന്നാൽ ഭഗവാന്റെ ശത്രുക്കളായി, അതായത് അസുരന്മാരായി ജനിച്ചാൽ അവർക്ക് 3 ജന്മം കഴിയുമ്പോഴേക്കും ശാപമോക്ഷം കിട്ടും. ഭഗവാനിൽ നിന്ന് ദീർഘകാലം അകന്നു നിൽക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അവർ അസുരന്മാരായി ഭൂമിയിൽ ജനിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവർ 3 യുഗങ്ങളിലായി അസുരന്മാരായി ഭൂമിയിൽ ജനിച്ചു. കൃതയുഗത്തിൽ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു. ഹിരണ്യാക്ഷനെ വരാഹമൂർത്തിയും ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തിയും വധിച്ചു. ത്രേതായുഗത്തിൽ രാവണൻ, കുംഭകർണൻ. ശ്രീരാമനാണ് ഇവരെ 2 പേരെയും വധിച്ചത്. ദ്വാപരയുഗത്തിൽ ശിശുപാലൻ, ദന്തവക്രൻ. ശ്രീകൃഷ്ണനാണ് വധിച്ചത്. ഇങ്ങനെ ഓരോ ജന്മത്തിലും ഭഗവാൻ നേരിട്ട് വന്ന് അവരെ വധിക്കുകയും അങ്ങനെ അവർക്ക് ശാപമോക്ഷം നൽകി വൈകുണ്ഠത്തിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. ഭക്തിയുടെയും കാവലാളിൻ്റെയും പ്രതീകമായാണ് ഇന്നും ഭാരതത്തിലെ ഒട്ടുമിക്ക വിഷ്ണു ക്ഷേത്രങ്ങളുടെയും നടയിൽ ജയവിജയന്മാരുടെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കാറുള്ളത്. അങ്ങനെ ജയവിജയന്മാർ ആദ്യം തന്നെ ഭൂമിയിൽ കശ്യപമുനിയുടെ ഭാര്യയായ ദിതിദേവിയുടെ ഗർഭത്തിലെത്തി. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവർ ദിതിദേവിയുടെ ഗർഭത്തിലെത്തുന്നത്. അതായത് ഒരു നാൾ കശ്യപമുനി സന്ധ്യാപൂജയെല്ലാം കഴിഞ്ഞ് ധ്യാനത്തിലിരിക്കുമ്പോൾ ഭാര്യ ദിതിദേവി മുനിയുടെ അടുക്കലെത്തി ശല്യം ചെയ്തു. ദിതിദേവി മുനിയോട് പറഞ്ഞു, എനിക്കാകെ വയ്യെന്നായിരിക്കുന്നു. ഒരു പുത്രൻ ഇല്ലാത്ത സങ്കടം എനിക്ക് സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. എനിക്ക് ഒരു പുത്രനെ കിട്ടിയേ മതിയാവൂ. ദിതിദേവിയുടെ നിർബന്ധം മുനിക്ക് അത്ര രസിച്ചില്ല. എങ്കിലും ഒട്ടും കോപിക്കാതെ അവരെ നല്ല വാക്കു പറഞ്ഞ് സമാധാനിപ്പിക്കാനാണ് കശ്യപ മഹർഷി ശ്രമിച്ചത്. പക്ഷേ ദേവി കശ്യപമുനിയുടെ വാക്കുകൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവർ കുട്ടിക്കു വേണ്ടി നിർബന്ധം പിടിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ കശ്യപമുനി ദിതിദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി. സന്ധ്യാസമയത്ത് ദിതിദേവിക്കുണ്ടായ ഈ ആഗ്രഹത്തിൻ്റെ അനന്തരഫലം കൈപ്പേറിയതായിരിക്കുമെന്ന് കശ്യപമുനിക്ക് അറിയാമായിരുന്നു. അതിനാലാണ് ദേവിയെ പിന്തിരിപ്പിക്കാൻ കശ്യപമുനി ശ്രമിച്ചത്. പക്ഷേ കശ്യപമുനിയുടെ ശ്രമം വിഫലമായതേയുള്ളൂ. കശ്യപമുനി ദിതിദേവിയോട് പറഞ്ഞു, ദേവി, നിന്റെ അസമയത്തുണ്ടായ ഈ ആഗ്രഹം ഞങ്ങളെ കുഴപ്പത്തിലെത്തിച്ചിരിക്കുന്നു. ആൺകുട്ടിക്ക് വേണ്ടിയുള്ള നിന്റെ ആഗ്രഹം സഫലമാകാൻ പോവുകയാണ്. പക്ഷേ നീ പ്രസവിക്കാൻ പോകുന്നത് 2 ആൺകുട്ടികളെയാണ്. 2 പേർക്കും അസുര സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കുക. അവർ പരാക്രമശാലികളും അതിശക്തിമാന്മാരും ആയിരിക്കും. ദേവന്മാർ പോലും ഇവരുടെ പരാക്രമത്തിന് ഇരയാകും. ഇതെല്ലാം ഇനി അനുഭവിക്കുകയേ വഴിയുള്ളൂ. മുനിയുടെ വാക്കുകൾ കേട്ട് ദിതിദേവി ആകെ ഭയന്നു. എങ്ങനെയും ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് അവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പക്ഷേ ദിതിദേവി ഗർഭം ധരിച്ചതു മുതൽ പല അനിഷ്ടങ്ങളും ലോകത്ത് കണ്ടു തുടങ്ങി. അതോടെ ദിതിയുടെ ഭയം വർദ്ധിച്ചു. ഇവരെ ഗർഭം ധരിച്ചപ്പോൾ തന്നെ ലോകത്ത് അനിഷ്ടം സംഭവിച്ചാൽ അവർ പിറന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഗതി? ദിതിദേവിക്ക് ആലോചിക്കാൻ കൂടി വയ്യെന്നായി. ദിതിദേവി വല്ലാതെ ഭയന്നു. കുട്ടികൾക്ക് ജന്മം നൽകാൻ അവർ കൂട്ടാക്കിയില്ല. ഒരു 100 വർഷം കുട്ടികളെ അവർ ഗർഭത്തിൽ തന്നെ കൊണ്ടു നടന്നു. പിന്നീട് നിവൃത്തിയില്ലാതെ ദിതിദേവി 2 ആൺകുട്ടികളെ പ്രസവിച്ചു. ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായിരുന്നു അവർ.
സനകാദികളുടെ ശാപം മൂലം അസുരജന്മമെടുത്ത ജയവിജയന്മാരായിരുന്നു ഇവർ. ഇവർ വളർന്നു വന്നതോടെ പലവിധ പരാക്രമങ്ങളും ലോകത്തെങ്ങും നടമാടി. ദുഷ്ടരായ ആ രാക്ഷസന്മാർ 3 ലോകത്തെയും കിടുകിട വിറപ്പിച്ചു. എല്ലാവരെയും ഭയപ്പെടുത്തി പീഡിപ്പിച്ചു. അഹങ്കാരിയായ ഹിരണ്യാക്ഷൻ യുദ്ധം ചെയ്യാൻ എതിരാളികളെ തേടി നടക്കുകയാണ്. ആ ദ്രോഹിയോട് എതിർക്കാൻ ആരുമില്ലേ? ആരെയും ലഭിക്കാതെ വന്നപ്പോൾ ഭഗവാന്റെ പത്നിയായ ഭൂമിദേവിയുടെ നേരെയാണ് ഹിരണ്യാക്ഷൻ തിരിഞ്ഞത്. ആ ദുഷ്ടൻ ഭൂമിദേവിയെ വെള്ളത്തിൽ മുക്കിത്താഴ്ത്തി. ഇവിടെ തന്നോട് എതിർക്കാൻ ആരും ഉണ്ടാവില്ല എന്ന സന്തോഷത്തോടെ അവൻ വിജയാരവം മുഴക്കി ഗദയും ചുഴറ്റി നടക്കാൻ തുടങ്ങി. മാത്രമല്ല, ഭാര്യയെ ദ്രോഹിച്ചാലെങ്കിലും ഭഗവാൻ യുദ്ധത്തിന് വരുമല്ലോ. ഇതായിരുന്നു ഹിരണ്യാക്ഷൻ്റെ യുദ്ധതന്ത്രം. അങ്ങനെ ഇവിടുത്തെ ധർമ്മം നശിച്ചു. തൻ്റെ മുഖ്യ എതിരാളി വരുണനാണെന്നാണ് ആ ദുഷ്ടരാക്ഷസൻ വിചാരിച്ചത്. അങ്ങനെ അവൻ വരുണലോകത്തെത്തി. അവനെ കണ്ട് വരുണൻ ഭയപ്പെട്ട് ഒഴിഞ്ഞു മാറി. ആ ദുഷ്ടനെ എതിർക്കാൻ സാക്ഷാൽ ഗുരുവായൂരപ്പനെ കഴിയുകയുള്ളൂ. അവനെ ഭഗവാന്റെ നേരെ തിരിച്ചുവിട്ടു. പക്ഷേ ആ ദുഷ്ടനുണ്ടോ ഭഗവാനെ കാണാൻ കഴിയുന്നു? അവൻ ഭഗവാനെ തേടി ചുറ്റി നടന്നു. ഹരികൃഷ്ണ. ഇനി ഭഗവാൻ വരാഹമൂർത്തി അവതാരമെടുത്ത് ഭൂമിദേവിയെ രക്ഷിക്കുന്ന കഥയാണ്. ആ ഭാഗം നാളെ കേൾക്കാം. ഇത് വൈശാഖ മാസമാണ്, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാസം. ആരും നാരായണ ജപം മുടക്കല്ലേ. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാം. നാരായണ 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 നാരായണ. അഖില ഗുരോ ഭഗവൻ നമസ്തേ.